4-5 വർഷമായി അതങ്ങനെ നിൽക്കുകയാണ്. ചെയ്യാൻ പാവങ്ങളിലൂടെ കുറച്ച് പാവങ്ങൾ കിടക്കുന്നുണ്ട്, തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആൾക്ക് നടന്നു പോകാന്ന് പറയാൻ പോലും അതിൽ പറ്റില്ല. സാധാരണ പാലങ്ങൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ നേരെ വന്ന് ചരിഞ്ഞ് റോഡിലല്ല ഇറങ്ങുന്നത്. ഇത് വന്ന് നേരെ എങ്ങനെയാണ് നിൽക്കുന്നത്? പാലം എങ്ങനെ നിൽക്കുന്ന അതിനെക്കാട്ടിയും സ്വപ്പക്കൂടി പൊക്കിയായിരിക്കും ഈ പ്രദേശം മൊത്തം മണ്ണടിച്ച് പൊക്കേണ്ടി വരും. അത് അവിടെ ഇങ്ങോട്ട് അവിടെ സ്റ്റെപ്പ് കൊടുക്കണം, ഇവിടെ അത് അവർ കൊണ്ടുവന്ന് നേരെ ഇങ്ങനെ കൊണ്ടുവന്ന് പൊക്കി നിർത്തിയിരിക്കുകയും ചെയ്തപ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്യണമായിരുന്നു. മന്ത്രി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തിട്ട് ഒക്കെ പോയത്. കടമ്പള്ളിനൊക്കെ പോയി കണ്ടിരുന്നു, പരാതിയൊക്കെ പറയാൻ വേണ്ടി. പരാതിയൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒരു ബഹുമാനം നമ്മൾ അമ്മാവർ കൊണ്ട് കൊടുത്ത് ശരിയാക്കാന്ന് പറയാനില്ല, ഇതുവരെ ശരിയാക്കി. പഴയ പാലം നിൽക്കുന്നതിൻ്റെ അവിടെ നിന്നാണ് മണ്ണൊക്കെ എടുത്ത് കുഴിയെടുത്ത് മണ്ണ് ടെസ്റ്റിങ്ങിന് അയച്ച് എല്ലാം പാസ്സായി വന്ന് പിന്നൊരു സുപ്രഭാതത്തിൽ നോക്കണേ പാലം ഇവിടെ വേണ്ട ഇങ്ങോട്ടായി. അസുഖമായി വന്ന ഒരു ആട്ട പിടിച്ചാൽ പോലും പറ്റില്ല. കടാമ്പള്ളി വന്നിട്ട് ഇവിടെ ഒന്നും അങ്ങനെ ഒരു സ്ഥലം വന്നില്ല. അവർ ജയിച്ചങ്ങ് പോയി, ജയിച്ചാൽ ഒന്നുമില്ല. പിന്നെ ഞാൻ തിരിഞ്ഞു പോലും നോക്കും. നമ്മളെ പൈസ ഇങ്ങനെ വെറുതെ കൊണ്ട് അനാവശ്യമായിട്ട് ചിലവാക്കിയിടുമ്പോൾ പിന്നെ സങ്കടം വരും. അങ്ങനെയുള്ള ഗതിയോട് കിടക്കും. എന്ത് പറയാൻ, ആർക്ക് പറയാൻ? നെല്ലിക്കുഴി പാലം വർഷങ്ങളായിട്ട് പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കാരണം അത് അത്രയും പൊക്കത്തിലാണ് ആ പാലം പണിതിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ആർക്കെങ്കിലും കയറണമെങ്കിൽ അത് ഏണി വെച്ച് കയറേണ്ടി വരും. അതാണ് സ്ഥിതി. എങ്ങനെ ഇത്തരത്തിലുള്ളൊരു പാലം പണിയാനുള്ള തീരുമാനമുണ്ടായി? ആരാണ് ഇതിൻ്റെ പിന്നിൽ? ആർക്കാണ് കോൺട്രാക്റ്റ് കൊടുത്തത്? ആ കോൺട്രാക്റ്റ് കൊടുത്തതിൻ്റെ കമ്മീഷൻ ആർക്കൊക്കെ കിട്ടി? വലിയ അഴിമതി, വളരെ വലിയ അഴിമതിയാണ്, കോടികളുടെ അഴിമതിയാണ് ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ട് ഒരു മന്ത്രിയും MLAയും ഒക്കെ ആയിട്ട് 10 വർഷം ജനപ്രതിനിധിയായിരുന്ന ഒരാൾ ഈ കാര്യത്തിൽ ഒരു നടപടിയും എടുത്തില്ല? അഴിമതിക്കാരെയെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരേണ്ടതായിരുന്നില്ലേ? കോൺട്രാക്ടർക്കെതിരായിട്ട് നടപടി ഉണ്ടാവേണ്ടതായിരുന്നില്ലേ? ഇങ്ങനെയുള്ള യാതൊന്നും ഉണ്ടായില്ല. പകരം എന്താ പരിഹാരം ആർക്കും അറിയില്ല. ആ നാട്ടുകാരുടെ വലിയ ബുദ്ധിമുട്ടിലും ഗതികേടിലുമാണ്. ഞാൻ അവിടുത്തെ ജനങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളത്, എന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ മുൻഗണനയിലുള്ള കാര്യങ്ങളിൽ ഒന്നായിരിക്കും.